റസാഖണാശ്ശേരിയാണ്. ഞാൻ ഇപ്പോഴല്ലേ കോഴിക്കോട് ബീച്ചിലാണ്. എൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ, ഞാൻ പരിചയപ്പെടുത്തുക. കോഴിക്കോട് ബീച്ചിലെത്തുന്ന ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരാളാണ് കടല ബേബി. ഒരു കാര്യം പറയാനുണ്ട്, ബേബിയുടെ ചില കഥകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവൻ്റെ പേരെന്താ? ആ, എങ്ങനെ പഠനമൊക്കെ? പഠനം കടല വിറ്റിട്ട് പഠിച്ച് വാശിയോടെ നേടിയെടുത്തു. ചെറുപ്പത്തിൽ ഒരു 6-7 വയസ്സിൽ പോകട്ടെ കടല വിൽക്കാൻ പറ്റും. അത് ഡിഗ്രിയും PSC ഒക്കെ പഠിച്ചിട്ട് അവൻ നേടിയത് ഒരു വാശിയായിരുന്നു. CRPF കാശ്മീരിൽ. അങ്ങനെ ബേബിയുടെ മകന് 7 വയസ്സ് മുതൽ കോഴിക്കോട് ബീച്ചിൽ കടല വിറ്റ് സ്വപ്രയത്നം കൊണ്ട് നേടിയ ഉദ്യോഗം. ആ യൂണിഫോമിൽ ബീച്ചിൽ കടല വെക്കുന്ന അമ്മയെ വന്ന് സർപ്രൈസായിട്ട് കെട്ടിപ്പിടിക്കുക. ആ അമ്മ കരഞ്ഞു പോയില്ലെങ്കിലേ ഉള്ളൂ അല്ലേ. എത്ര വലിയ സന്തോഷമുള്ള നിമിഷമാണ് ഏതൊരു മാതാപിതാക്കളെയും. ഇപ്പം മോൻ കാണാൻ വന്നു സർപ്രൈസ്. ഞാൻ ഞെട്ടിപ്പോയി, കരഞ്ഞു പോയി കണ്ടപ്പോൾ സന്തോഷം. എല്ലാവരുടെ മുന്നിൽ ഒരു ഇതായിരുന്നു മോൻ അങ്ങനെ വാശിയോടെ ജയിക്കുന്നു. അപ്പം എൻ്റെ മോനെ ആ ഒരു വാശിക്ക് കടല വിട്ട് രാത്രി 2 മണി വരെ പഠിക്കും. എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്, കാരണം ആരും നിരാശരാവണ്ട, ശ്രമിച്ചാൽ എന്തും നേടാം.